പട്ടാപ്പകൽ വീട് കുത്തിത്തുറന്ന് കവർച്ച നടത്തിയ കേസിൽ ലഹരിക്കടത്തുകാരനും മോഷ്ടാവും അറസ്റ്റിലായി. ചാരുമൂട് സ്വദേശിയായ ഷൈജു ഖാൻ, അമരപ്പുഴ സ്വദേശി പൊടിമോൻ എന്നിവരെയാണ് നൂറനാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. താമരക്കുളം സ്വദേശി സതിയമ്മയുടെ വീട് കുത്തിത്തുറന്നാണ് സ്വർണവും പണവും മോഷ്ടിച്ചത്. മാർച്ച് 24-നാണ് കേസിനാസ്പദമായ സംഭവം. താമരക്കുളം സ്വദേശിയായ സതിയമ്മയുടെ വീട് കുത്തിത്തുറന്ന് 1 പവന്റെ വളയും 52,000 രൂപയുമാണ് പ്രതികൾ കവർന്നത്. ചാരുമൂട് ജംഗ്ഷനിൽ മുറുക്കാൻ കട നടത്തുകയാണ് സതിയമ്മ. ഇവർ രാവിലെ കടയിലേക്ക് പോയാൽ സന്ധ്യയ്ക്കാണ് മടങ്ങിയെത്തുക. ഇതറിയാവുന്ന ഷൈജു ഖാനാണ് മോഷണം ആസൂത്രണം ചെയ്തത്. സംഭവ ദിവസം തലവേദനയായതിനാൽ വൈകിട്ട് 3 മണിയോടെ സതിയമ്മ വീട്ടിലെത്തിയപ്പോൾ മുൻവശത്തെ വാതിലിന്റെ പൂട്ട് തകർത്ത നിലയിലായിരുന്നു. വീട്ടിലെ അലമാര കുത്തിത്തുറന്ന് സാധനങ്ങളും വാരി വലിച്ചിട്ടിരുന്നു. സതിയമ്മ നൂറനാട് പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് പോലീസും വിരലടയാള വിദഗ്ധരും വീട്ടിലെത്തി പരിശോധന നടത്തി. പ്രദേശത്തെ CCTV ദൃശ്യങ്ങളും പോലീസ് പരിശോധിച്ചു. സ്കൂട്ടറിൽ ഹെൽമറ്റ് ധരിച്ചും മുഖം മറച്ചും ഗ്ലൗസ് ധരിച്ചും 2 പേർ വരുന്നതും പോകുന്നതുമായ ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. CCTV ദൃശ്യങ്ങളിൽ നിന്ന് മോഷ്ടാക്കളെ തിരിച്ചറിഞ്ഞെങ്കിലും മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കാതിരുന്നത് അന്വേഷണ സംഘത്തിന് വെല്ലുവിളിയായി. പിന്നീടുള്ള അന്വേഷണത്തിലാണ് പ്രതികൾ ഒളിവിൽ കഴിയുന്നതായി പോലീസിന് വിവരം ലഭിച്ചത്. ഓച്ചിറയ്ക്ക് സമീപം ദേശീയപാതയിൽ പിക്കപ്പ് വാൻ ഓടിച്ചു വരുമ്പോഴാണ് ഷൈജു ഖാനെ പിടികൂടിയത്. പൊടിമോനെ പുതുപ്പള്ളിയിലെ വീട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്തു. ഷൈജു ഖാൻ കഞ്ചാവ് കേസുകളിൽ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. നൂറനാട് ഇൻസ്പെക്ടർ ശ്രീകുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതികളെ പിടികൂടിയത്. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ജനം, ആലപ്പുഴ.